ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മയണൈസ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. അതും ഇതേപോലെ ചെറിയ പീസസ് ഒന്നാക്കിയിട്ട് അത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വിനീഗർ ആണെങ്കിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. അതും ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ റിഫൈൻഡ് ഓയിൽ, അത് സ്മെല്ലൊന്നും ഇല്ലാത്ത ഏത് ഓയിലാണെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സി ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കണം നമുക്ക് എത്ര തിക്നെസ് വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ദേ കണ്ട, അപ്പോൾ തിക്നെസ് ഒന്നും അധികമായിട്ടില്ല. കുറച്ച് ഓയിലും പിന്നെ ഒരല്പം പഞ്ചസാരയും ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും. ഒറ്റയടിക്കെല്ലാം കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇത്രയും തിക്നെസ് ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചും കൂടെ തിക്കായിട്ട് എടുക്കാനുള്ളതുകൊണ്ട് ഞാനൊരല്പം കൂടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലതേ തിക്കായിട്ടുണ്ട്. ഈ തിക്നെസ് അല്ലെങ്കിൽ നേരത്തെ കണ്ട തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരില്ല. നല്ല അടിപൊളിയായിട്ട് മയോണൈസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇപ്പോൾ കറിയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാം. പിന്നെ നമ്മൾ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ ഇതാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.